ഹൈദരാബാദിലെ കാഴ്ചകളുടെ അവസാന ദിവസമാണിന്ന്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് തന്നെ പുറപ്പെട്ട് ഇവിടുത്തെ മറ്റൊരു വിസ്മയ കാഴ്ചയായ സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി അഥവാ സമത്വത്തിൻ്റെ പ്രതിമ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ പ്രവേശനം രാവിലെ 6:30 മുതൽ തുടങ്ങുമെങ്കിലും വാഹനം പുറത്ത് നിർത്തിയ ശേഷം കുറേ ദൂരെയുള്ള കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്താൽ മാത്രമേ അകത്തേക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. രംഗറെഡ്ഡി ജില്ലയിലെ മുജിന്തലിലാണ് ഈ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി ഉള്ളത്. 11-ാം നൂറ്റാണ്ടിലെ തത്വചിന്തകനായിരുന്ന രാമാനുജന്റെ പ്രതിമയാണ് ഇവിടെ ഉള്ളത്. രാമാനുജന്റെ 1000ാമത്തെ ജന്മവാർഷിക സ്മരണയ്ക്കായിട്ട് ചിന്നജിയർ ട്രസ്റ്റാണ് ഇത് നിർമ്മിച്ചത്. 2014 നിർമ്മാണം ആരംഭിച്ച് 2022 ഫെബ്രുവരിയിലാണ് ഇത് പൂർത്തീകരിച്ചത്. ഏകദേശം 1000 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവായി പറഞ്ഞിട്ടുള്ളത്. അരമണിക്കൂറിലധികം കാത്തുനിന്നതിന് ശേഷമാണ് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പ്രവേശനം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ വാഹനത്തിൽ കയറി അകത്തേക്ക് പോവുകയാണ്. അതിമനോഹരങ്ങളായ ശില്പങ്ങളോടുകൂടിയ ഒരു വലിയ കെട്ടിട സമുച്ചയത്തിനുള്ളിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന പ്രധാന ബിൽഡിംഗ് ഉള്ളത്. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രവേശന കവാടത്തിൽ തന്നെ മൊബൈലും മറ്റും ഡെപ്പോസിറ്റ് ചെയ്ത് കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. അതിനാൽ ഉള്ളിലുള്ള പ്രധാന സംഭവങ്ങളുടെ ഒന്നും ഫോട്ടോയോ വീഡിയോയോ എടുക്കുവാൻ സാധ്യമല്ല. കെട്ടിട സമുച്ചയത്തിന് പുറത്തു നിന്ന് മാത്രമേ ഫോട്ടോകൾ എടുക്കുവാൻ ഇവിടെ അനുമതിയുള്ളൂ. ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ബേസ്മെന്റ് 3 നിലകളുള്ള ഒരു കെട്ടിടമാണ്. ഇതിന് 16 മീറ്റർ ഉയരമുണ്ട്. ഇതിനു മുകളിൽ 36 ആനകളുടെ പ്രതിമകൾ വഹിക്കുന്ന താമരയുടെ ആകൃതിയിലുള്ള ഒരു പീഠത്തിലാണ് 66 മീറ്റർ ഉയരമുള്ള ഈ പഞ്ചലോഹ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. 700 ടണ്ണോളം വരുന്ന സ്വർണം, വെള്ളി, ചെമ്പ്, താമ്രം, സിങ്ക് എന്നീ പഞ്ചലോഹങ്ങൾ ചേർത്താണ് ഈ വലിയ രാമാനുജ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പ്രതിമ നിർമ്മിച്ചത് ചൈനയിലാണ്. പിന്നീട് ചെന്നൈ തുറമുഖം വഴി ഇവിടെ വെച്ച് കൂട്ടിച്ചേർത്താണ് ഇവിടെ സ്ഥാപിക്കുകയുണ്ടായത്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ ഇരിക്കുന്ന രൂപത്തിലുള്ള പ്രതിമയാണ്. പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന അടിസ്ഥാന കെട്ടിടത്തിൽ വേദ ഡിജിറ്റൽ ലൈബ്രറി, ഗവേഷണ കേന്ദ്രം, തിയേറ്റർ എന്നിവയെല്ലാം ഉണ്ട്. ഇതിൻ്റെ 3-ാം നിലയിലുള്ള ധ്യാന ഹാളിൽ രാമാനുജന്റെ 1.4 മീറ്റർ ഉയരത്തിലുള്ള ഒരു സ്വർണ്ണ പ്രതിമ ഉണ്ട്. രാമാനുജൻ ജീവിച്ചിരുന്ന വർഷങ്ങളെ പ്രതിനിധീകരിച്ച് 120 കിലോ സ്വർണം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഒരു ക്ഷേത്ര സമാനമായ പൂജകളോടുകൂടിയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന പ്രധാന കെട്ടിടത്തിന് ചുറ്റിലുമായി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള പ്രശസ്തമായ 108 ദിവ്യക്ഷേത്രങ്ങളുടെ മാതൃകയിൽ കല്ലിൽ പണിതിട്ടുള്ള ഒരു വിസ്മയം ഉണ്ട്. 108 ദിവ്യദേശങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കേരളത്തിലെയും പത്മനാഭസ്വാമി ക്ഷേത്രം, വൈക്കം ക്ഷേത്രം തുടങ്ങിയവയുടെ മോഡലുകളും ഇവിടെ കാണാം. ഇതിനെല്ലാം പ്രത്യേകം പൂജാരിമാരെയും നിയമിച്ചിട്ടുണ്ട്. രാവിലെ ആയിരുന്നതിനാൽ ഇവിടെയെല്ലാം പൂജകളും നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സന്ദർശിച്ചാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ടുള്ള 108 ക്ഷേത്രങ്ങൾ ദർശിച്ചതുപോലെയുള്ള ഒരു അനുഭവം ഭക്തർക്ക് ഉണ്ടാകുന്നതാണ്. 2022 ഫെബ്രുവരി 5-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത്. സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റിയുടെ കാഴ്ചകൾക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ ശില്പാരാമം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ വന്നിരിക്കുകയാണ്. തെലങ്കാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കോഓപ്പറേറ്റീവ് സംരംഭമാണിത്. വിവിധ തുണിത്തരങ്ങളും കൗതുക വസ്തുക്കളും സുവനീറുകളും ആഭരണങ്ങളും മറ്റും ഇവിടെ മിതമായ വിലയിൽ ലഭിക്കുന്നുണ്ട്.
കുറേ സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി. പിന്നീട് ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായിട്ട് രാമേശ്വരം കേഫ് എന്ന പ്രസിദ്ധമായ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഈ ഇലക്ട്രോണിക് നഗറിനടുത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. എന്നിരുന്നാലും വിപുലമായ പലതരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഞങ്ങൾ കേരളത്തിൽ നിന്നാണെന്നും ആദ്യമായിട്ട് വരികയാണെന്നും പറഞ്ഞപ്പോൾ അവരുടെ സ്പെഷ്യൽ വിഭവങ്ങളുടെ എല്ലാം സാമ്പിൾ ഞങ്ങൾക്ക് തരാൻ അവർ തയ്യാറായി. സാമ്പിളുകളെല്ലാം കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം വയറൊക്കെ നിറഞ്ഞു. എന്നാലും കുറച്ച് വിഭവങ്ങളെല്ലാം ഓർഡർ ചെയ്ത് അതെല്ലാം വിശദമായി കഴിച്ച് പിന്നീട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് യാത്രയാവുകയാണ് ഉണ്ടായത്. രാത്രി 8 മണിക്കുള്ള തിരുവനന്തപുരം ഫ്ലൈറ്റിൽ 9:30 തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. അങ്ങനെ അതിരസകരമായ മറ്റൊരു യാത്ര കൂടി പര്യവസാനിച്ചു. അടുത്ത യാത്രയുടെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.